വികസിത പാലക്കാട് ലക്ഷ്യമിട്ട് പാലക്കാട് നഗരസഭാ ബജറ്റ് ആശാവർക്കർമാർക്ക് 12,000 രൂപ വർഷം തോറും നൽകുമെന്നും നഗരസഭാ ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭ തങ്ങളുടെ പരിധിയിലുള്ള 52 ആശാപ്രവർത്തകർക്കും മാസം 1,000 രൂപ വീതം നൽകുമെന്നാണ് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് നഗരസഭാ ബജറ്റ് അവതരണ വേളയിൽ പ്രഖ്യാപനം നടത്തിയത്. കൗൺസിൽ ഏകകണ്ഠേന ഇത് സ്വാഗതം ചെയ്തു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ആശാവർക്കർമാർക്ക് നമ്മളെ ഒരു വർഷത്തിൽ 12,000 രൂപ വെച്ചിട്ട് കൊടുക്കാനുള്ള ഒരു തീരുമാനം ഇന്നത്തെ ഈ ബഡ്ജറ്റിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ്. അതുപോലെ തന്നെ 126 കോടിയുടെ ബഡ്ജറ്റാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇനി ഉള്ള 6 മാസം പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തീവ്രമായ ഒരു പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ 4 വർഷത്തോളമായി പാലക്കാട് നഗരസഭയിൽ ഇഫ്താർ വിരുന്ന് പോലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഇഫ്താർ വിരുന്നോടുകൂടെ ഈ ബഡ്ജറ്റിന് ഒരു ആക്കം കൂട്ടി എന്നുള്ളത് കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർമാനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായതിനാൽ ഇതിന് സംസ്ഥാന സർക്കാർ അനുമതി ലഭിക്കണം. സർക്കാർ അനുമതി നൽകിയാൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ ആശാപ്രവർത്തകർക്ക് നഗരസഭ പ്രഖ്യാപിച്ച 1,000 രൂപ അധികം നൽകി തുടങ്ങും. 126.7 കോടി രൂപ വരവും 82.86 കോടി രൂപ ചെലവും 43.84 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. 37 വർഷങ്ങൾക്ക് ശേഷം പുതിയ മാസ്റ്റർ പ്ലാൻ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത് 1.0 പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.27 കോടി രൂപ ചെലവിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്രവർത്തിച്ച് പുരോഗമിക്കുന്ന FSTP പ്ലാന്റ് അടുത്ത വർഷം പൂർത്തിയാക്കും. നഗരസഭാ പരിധിയിൽ ബയോ മൈനിങ്ങിന് ശേഷം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കും. സ്വകാര്യ പങ്കാളിത്തത്തോടെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മിയാവാക്കി വനങ്ങൾ ഉൾപ്പെടെയുള്ള പച്ചത്തുരുത്തുകൾ സ്ഥാപിക്കും. വരുന്ന സാമ്പത്തിക വർഷത്തിൽ കിഫ്ബി സഹായത്തോടെ സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം നടത്തും. കേണൽ നിരഞ്ജൻ റോഡിന്റെ തുടർച്ചയായി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കോയമ്പത്തൂർ കോഴിക്കോട് ബൈപ്പാസിനുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് നടപടി സ്വീകരിക്കും. കോട്ടയുടെ മുൻവശത്ത് നടപ്പാതയ്ക്കായി 1 കോടി, തിരുനെല്ലായി പുഴയോട് ചേർന്ന റിവർ ഫണ്ട് പദ്ധതിക്കായി 1 കോടി, സ്വകാര്യ പങ്കാളിത്തത്തോടെ വലിയങ്ങാടിയിലെ പച്ചക്കറി മാർക്കറ്റ് നവീകരണത്തിന് ആദ്യഘട്ടത്തിൽ 75 ലക്ഷവും മത്സ്യ മാർക്കറ്റിന് 50 ലക്ഷവും എന്നിങ്ങനെ വകയിരുത്തിയിട്ടുണ്ട്. ഒട്ടനവധി സംഗതികൾ നമ്മൾ വികസന കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വികസിത ഭാരതം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഒരു വികസിത പാലക്കാട് കൂടി അനിവാര്യമാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ബഡ്ജറ്റ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ധാരാളം സംഗതികൾ പൊതുമരാമത്ത് രംഗത്ത്, അതുപോലെ ആരോഗ്യരംഗത്ത്, അതേപോലെ വിദ്യാഭ്യാസം, അതേപോലെ ഒട്ടനവധി സംഗതികൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും സന്തോഷം എന്നത് നമ്മൾ 87 നഗരസഭകളിൽ നമ്മൾ പ്ലാൻ ഫണ്ട് ഇനത്തിൽ നമ്മൾ ഇന്ന് കേരളത്തിൽ 2ാം സ്ഥാനത്താണ് പാലക്കാട് നഗരസഭ. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥാനം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ 30-ാം തീയതി വരെയാണ്, മാർച്ച് 30 വരെയാണ് ഇതിൻ്റെ ഒരു കണക്ക് നോക്കുന്നത്. അപ്പോൾ മാർച്ച് 30 ആകുമ്പോഴേക്കും പാലക്കാട് നഗരസഭ 87 നഗരസഭകളിൽ 1ാം സ്ഥാനത്ത് എത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.